കൊല്ലം തേവലക്കര സ്കൂളിൽ 8ാം ക്ലാസ്സുകാരൻ മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി ഉടനുണ്ടാകും. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് തീരുമാനമെടുക്കും. സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്നാണ് മാനേജ്മെന്റ് സർക്കാരിന് നൽകിയ വിശദീകരണം. ആരോപണങ്ങളെല്ലാം സ്കൂൾ മാനേജ്മെന്റ് നിഷേധിക്കുന്നുമുണ്ട്. എന്നാൽ ഖേദം പ്രകടിപ്പിച്ച് കത്ത് നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടിയെടുത്തെങ്കിലും സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കാത്തതിൽ കൂടി പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് മുഖം നോക്കാതെ തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നുണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തൊക്കെ കാര്യങ്ങളിലേക്കായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് കടക്കുക? സനിസ, കൊല്ലം തേവരക്കാട് സ്കൂളിൽ 8ാം ക്ലാസ്സുകാരൻ മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി ഉടൻ ഉണ്ടാവുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് തലത്തിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. സ്കൂൾ മാനേജ്മെന്റ് നൽകിയ റിപ്പോർട്ടിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ച വന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ട് നൽകുന്നത്. ഖേദം പ്രകടിപ്പിച്ചു എന്നും റിപ്പോർട്ടിൽ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. പക്ഷേ അതേ സ്ഥാനത്ത് അവിടെ നടന്നിട്ടുള്ള വീഴ്ച വളരെ വ്യക്തമാണ്. റിപ്പോർട്ടിൽ അത് വളരെ വ്യക്തമാണ്. അനധികൃതമായിട്ട് അവിടെ ഒരു സൈക്കിൾ ഷെഡ് കെട്ടുന്നു. അതുപോലെ തന്നെ സ്കൂൾ കോമ്പൗണ്ടുകളിൽ ഇത്തരത്തിൽ 3 ഫേസ് അപകടകരമായിട്ടുള്ള ലൈനുകൾ പാടില്ലെന്ന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. അതിനെതിരെയായിട്ട് അവിടെ ഒരു അപകടകരമായിട്ടുള്ള ഒരു 3 ഫേസ് ലൈൻ കുട്ടികൾക്ക് തൊടാൻ എത്താവുന്ന അത്രത്തിൽ ഉയരത്തിൽ ഉണ്ടാവുന്നു. ഇത്തരത്തിൽ വലിയ വീഴ്ചയാണ് മിഥുന്റെ മരണത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ എയ്ഡഡ് സ്കൂളുകളാകുമ്പോൾ സ്കൂളിന്റെ എല്ലാവിധ നടത്തിപ്പ് ഉത്തരവാദിത്തവും മാനേജർക്കാണ്. ഇത്തരത്തിൽ പ്രധാന അധ്യാപകനെതിരെ മാത്രമാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. മാനേജർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. അതിന് വളരെയധികം സമയമെടുക്കുന്നു, അതിന് വൈകുന്നു എന്നുള്ള തരത്തിലുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഇത്തരത്തിൽ ആ ഒരു ഘട്ടത്തിലാണ് സ്കൂൾ മാനേജ്മെന്റ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകുന്നത്. തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയില്ല, ഇതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന തരത്തിലുള്ളത്. ഇതിൽ തുടക്കത്തിൽ തന്നെ തദ്ദേശ വകുപ്പ്, അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റ്, അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ്, ഈ 3 വകുപ്പുകളിലും വീഴ്ചയുണ്ടെന്നത് വളരെ വ്യക്തമായിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ നടപടികൾ ഉണ്ടാവാൻ ഇത്രയും വൈകി എന്നതാണ്. ഈ മിഥുന്റെ സംസ്കാരം കഴിഞ്ഞ് ഒരു 10 മിനിറ്റിന് ശേഷമാണ് അപകടകരമായി സ്കൂളിൽ ഉണ്ടായിരുന്ന 3 ഫേസ് ലൈൻ മാറ്റിയത്. അത്രയും കാലം ഇത്തരത്തിൽ അപകടകരമായിട്ട് ഈ ലൈൻ ആ സ്കൂളിൽ തുടരുകയായിരുന്നു. അത്തരമൊരു വീഴ്ചയുണ്ടായ സ്കൂൾ മാനേജ്മെന്റിനെതിരെ ഇതുവരെ നടപടി എടുക്കാത്തതാണ് വലിയൊരു ആക്ഷേപമായി ഉയർന്നത്. ഇന്ന് സ്കൂൾ മാനേജ്മെന്റ് അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ വീഴ്ച സംഭവിച്ച ആൾക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തേവലക്കരയിലെ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി കൂടി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. വിദ്യാഭ്യാസ വകുപ്പ് അത്തരത്തിലൊരു സൂചന നേരത്തെ നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെയൊരു നടപടി ഉണ്ടെങ്കിൽ അക്കാര്യം ഇന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സനിസ ശോഭാചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.